ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നത് വിറ്റമിൻ B12 ഡെഫിഷ്യൻസിയെക്കുറിച്ചാണ്. അപ്പം B12 കുറിച്ച് നമുക്ക് സംസാരിക്കാം. B12 എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ വളരെയധികം കാര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. കൂടുതലായിട്ട് നമ്മുടെ നെർവ് സിസ്റ്റത്തിനൊക്കെ വിറ്റമിൻ B12 അത്യാവശ്യമാണ്. അതുപോലെ ബ്ലഡ് ഉണ്ടാകുന്നതിനും ഒക്കെ വിറ്റമിൻ B12 അത്യാവശ്യമാണ്. അപ്പം B12 കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനീമിയൊക്കെ ഉണ്ടാകാവേ. B12 അങ്ങനെ പലതരത്തിലുള്ള അനീമിയ ഉണ്ട്. അപ്പം B12 ഡെഫിഷ്യൻസി ഒരു കാരണമാണ് അനീമിയ ഉണ്ടാകാനായിട്ട്. വിറ്റമിൻ B12 ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് വിറ്റമിൻ B9, അത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ചേർത്ത് വെക്കാവുന്ന വിറ്റമിൻസാണ്. അത് പിന്നെ ഒത്തിരി അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട്, ഇത് രണ്ട് കൂട്ടത്തിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് നല്ല അനീമിയ ഉണ്ടാകാൻ പറ്റും. അനീമിയ എന്ന് പറഞ്ഞാൽ രക്തക്കുറവ് ഉണ്ടാകാൻ പറ്റും. അപ്പം ശരിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിനുള്ള സിംറ്റംസ് ഒക്കെ കാണുമ്പോഴത്തേനും നമുക്ക് ലേറ്റ് ആകുമായിരിക്കാം. എന്നാലും എന്തെങ്കിലും ഭയങ്കരമായിട്ട് ക്ഷീണം, അതുപോലെ തന്നെ ലാക്ക് ഓഫ് എനർജി, പിൻസ് ആൻഡ് നീഡിൽസ്, അതായത് ശരീരത്തിലൊക്കെ ഇങ്ങനെ കാലിലും കയ്യിലൊക്കെ ഇങ്ങനെ അതിന് പറയുന്നത് പിൻസ് ആൻഡ് നീഡിൽസ്, ഇങ്ങനെ തരിപ്പ് പോലെയൊക്കെ തോന്നുന്നതൊക്കെ വിറ്റമിൻ B12 കുറവുകൊണ്ടുണ്ടാകും. അതുപോലെ തന്നെ പല എക്സ്ട്രീം ആയിട്ടുള്ള വളരെയധികം ക്ഷീണവും, പിന്നെ നമുക്ക് മൂഡ്, അതായത് ഇറിറ്റബിലിറ്റി ഉണ്ടാകും. നമുക്ക് ഡിപ്രഷന്, കൺഫ്യൂഷന് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ വിറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ, അതായത് വിറ്റമിൻ B12 ഫോളേറ്റും ഇങ്ങനെ ഏകദേശം ഒരുമിച്ച് വരുന്നത്, അത് വിറ്റമിൻ B12 ഫോളേറ്റ് എന്ന് പറയുന്നത് B9 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഡെഫിഷ്യൻസി വരുമ്പോൾ അനീമിയ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് എക്സ്ട്രീം ടയർഡ്നെസ്, ലാക്ക് ഓഫ് എനർജി, പിൻസ് ആൻഡ് നീഡിൽസ്, എ സോർ ആൻഡ് റെഡ് ടങ്, മൗത്ത് അൾസേഴ്സ്, മസിൽ വീക്ക്നെസ്, ഡിസ്റ്റർബ്ഡ് വിഷൻ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വിച്ച് മേ ഇൻക്ലൂഡ് ഡിപ്രഷൻ ആൻഡ് കൺഫ്യൂഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടാകുന്നത്. അത് അനീമിയ ഉണ്ടാകാം, ലോസ് ഓഫ് ബാലൻസ്, നംനെസ് ആൻഡ് ടിംഗ്ലിംഗ് ഇൻ ദ ആംസ് ആൻഡ് ലെഗ്സ്. അതുപോലെ തന്നെ സിവിയർ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ആൻഡ് ബ്ലഡ് ഡിസീസസ്, പല ബ്ലഡ് ഡിസീസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ അൺട്രീറ്റഡ് ആണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അതിന് ഇത് കോസസ് ഓഫ് എ വിറ്റമിൻ B12 ഓർ ഫോളേറ്റ് ഡെഫിഷ്യൻസി, അതായത് പെർനീഷ്യസ് അനീമിയ, ലാക്ക് ഓഫ് വൈറ്റമിൻസ് ഇൻ യുവർ ഡയറ്റ്, മെഡിക്കേഷൻ, ചില മെഡിക്കേഷൻസും ഇതിന് കാരണമാകാം. അതായത് പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ when your immune system attacks healthy cells in your stomach, preventing your body from absorbing vitamin B12. അതായത് ഹെൽത്തി സെൽസിലെ, വയറ്റിലുള്ള ഹെൽത്തി സെൽസിനെ ഇമ്മ്യൂൺ സെൽസ് അറ്റാക്ക് ചെയ്യുമ്പോൾ വിറ്റമിൻ B12 അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരും. വിറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ സീരിയസ് കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. സച്ചസ് ബ്ലീഡിങ്, ഇൻഫെക്ഷൻസ് ആൻഡ് പ്രോബ്ലംസ് വിത്ത് യുവർ ബ്രെയിൻ ഓർ നെർവ്സ് ദാറ്റ് മേ ബി പെർമനൻറ്റ്, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ് ഒക്കെ വരാമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ബ്ലീഡിങ്, ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള ഡാമേജ്. അതുപോലെ തന്നെ വീക്ക് മസിൽസ്, നംനെസ്, ട്രബിൾ വാക്കിംഗ്, അതായത് നടക്കാനുള്ള ബുദ്ധിമുട്ട്, നോസിയ, വെയ്റ്റ് ലോസ്, ഇറിറ്റബിലിറ്റി, ഫറ്റീഗ് ആൻഡ് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ഇതെല്ലാം വിറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളായിട്ട് കാണുന്നതാണ്. അത്ര പെട്ടെന്നൊന്നും വിറ്റമിൻ B12 നമുക്ക് ഡെഫിഷ്യൻസി സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകത്തില്ല. എന്നാലും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും അല്ലെങ്കിൽ നമുക്കിത് ഇപ്പം കുറേ നാൾ തന്നെ, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ജോലിക്ക് പോകുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അങ്ങനെയൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാത്ത ആവശ്യത്തിന്, അതായത് ഇതിൻ്റെ ആവശ്യത്തിന് ശരീരത്തിൽ കിട്ടാതെ വരുന്ന ഒരു കാരണമാണ്. പിന്നെ ചില മെഡിക്കേഷൻസ്, അതായത് ഈ നമ്മൾ വൈറ്റൽ ആസിഡിറ്റിക്ക് കഴിക്കുന്ന ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും, PPAs, അതായത് ഈ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അസിഡിറ്റിക്ക് തരുന്ന മെഡിക്കേഷൻ ഇല്ലേ, ലാൻസോപ്രസോളോ, ഒമിപ്രസോളോ, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ആൻറ്റി കൺവൾസൻസ്, അതായത് നമ്മൾ ഫിറ്റ്സിനൊക്കെ കഴിക്കുന്ന മരുന്ന് കൊണ്ട് ഇതുണ്ടാകാം. പിന്നെ ഡയബറ്റിക്കിന് കഴിക്കുന്ന മെറ്റ്ഫോമിൻ കഴിച്ചാൽ
ഇത് കൂടുതലായിട്ട് ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് വിറ്റമിൻ ഡി B12 ഇതിന് അബ്സോർഷൻ കുറഞ്ഞു പോകും. അങ്ങനെയും വരാം. ഈ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ഇപ്പം നമ്മൾ മീൻ ഇറച്ചിയൊക്കെ കഴിക്കുന്നവർക്ക്, മീനും ഇറച്ചി അതായത് നോക്കട്ടെ, മീറ്റ്, ഫിഷ്, ഡയറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നവർക്കൊന്നും പെട്ടെന്നൊന്നും വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകില്ല. പിന്നെ അതല്ലാതെ നമ്മൾ കഴിക്കാതിരുന്നോർത്തോണ്ട് ഈ നമ്മുടെ കുറേ നാളത്തേന് നമുക്കിതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകില്ല, ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം പിന്നെ നമ്മൾ വളരെ നാളത്തേന് ഇങ്ങനെ ഒരു ബാഡ് ഡയറ്റൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നവർക്കും പിന്നെ പ്രായമായവർക്കും മരുന്ന് കഴിക്കുന്നവർക്കും അങ്ങനെയൊക്കെ ഇത് പിന്നെ പെർനീഷ്യസ് അനീമിയ എന്നുകൊണ്ട് ഒരു അസുഖം ഉണ്ടാകുന്നത്, അതും ഇങ്ങനെ വയറ്റിൽ നിന്ന് നമ്മുടെ വിറ്റമിൻ B12 അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അത് കൂടുതലും പ്രായമായവർക്കൊക്കെ അങ്ങനെയാണ്. പിന്നെ ഓരോ വയറിൻ്റെ കണ്ടീഷൻസൊക്കെ അനുസരിച്ച് മരുന്നിൻ്റെ അനുസരിച്ച് ഇങ്ങനെ നമ്മുടെ വയറ്റിൽ നിന്ന് സ്റ്റൊമക്കിൽ നിന്നും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ഇത് അബ്സോർബ് ചെയ്യുന്നത് കുറഞ്ഞു പോകും. അങ്ങനെയുള്ളപ്പോഴും ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. പിന്നെ സ്റ്റൊമക്കിൻ്റെ സർജറി ചെയ്തിട്ടുള്ളവർക്ക് അത് പിന്നെ ഈ അബ്സോർഷനെ ബാധിക്കാം. പിന്നെ ചില കുടലിൻ്റെ ഒക്കെ അസുഖങ്ങളുള്ളവർക്ക്, ക്രോൺസ് ഡിസീസ് പോലെയുള്ള ലോങ് ടേം കണ്ടീഷൻ ഉള്ളവർക്കും ഈ വിറ്റമിനെ അബ്സോർബ് ചെയ്യുന്നത് കുറഞ്ഞു പോകും. അങ്ങനെ വരുമ്പോഴും അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസിക്ക് ഫോളേറ്റ്, അതായത് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കണം. ഫോളേറ്റ് ഡെഫിഷ്യൻസിക്ക് 4 മാസത്തെ തന്നെയാണ് യൂഷ്വലി കഴിക്കുന്നത്. Some cases improving your diet can help treat the condition and prevent it returning. Vitamin B12 is found in meat, fish, eggs, dairy products, yeast extract. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ എന്തിലൊക്കെയാണ് ഇത് കാണുന്നുള്ളത്. അതായത് മീറ്റ്, ഫിഷ്, എഗ്ഗ്, പിന്നെ ഡയറി പ്രോഡക്ട്സ്, ഈസ്റ്റ് എക്സ്ട്രാക്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഫോർട്ടിഫൈഡ് ഫുഡ്സ്. Best source of folate include green vegetables such as broccoli, Brussels sprouts and peas. ഇതൊക്കെയാണ് ഇതിൻ്റെ സോഴ്സസ്. അപ്പോൾ ഈ മോസ്റ്റ് കേസസിൽ വിറ്റമിൻ B12ൻ്റെയും ഫോളേറ്റിൻ്റെയും ഡെഫിഷ്യൻസി നല്ല എളുപ്പത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈസിലി ട്രീറ്റഡ് വിത്ത് ഇഞ്ചക്ഷൻസ് ഓർ ടാബ്ലറ്റ്സ്. അപ്പം വിറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് ആദ്യമേ സിവിയർ ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചക്ഷൻ്റെ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പം ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യും. ഫോളേറ്റിൻ്റെ ആണെങ്കിൽ ടാബ്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വിറ്റമിൻ B12 സപ്ലിമെൻറ്റ്സ് ആർ യൂഷ്വലി ഗിവൺ ബൈ ഇഞ്ചക്ഷൻ അറ്റ് ഫസ്റ്റ്. ദെൻ ഡിപ്പെൻഡിങ് ഓൺ വെദർ യുവർ B12 deficiency is related to your diet, you will either require B12 tablets between meals or regular injections. അപ്പോൾ ഇതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് ഇങ്ങനെ നമ്മുടെ ഡെഫിഷ്യൻസി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ടെമ്പററി ഇൻഫെർട്ടിലിറ്റി, ഹാർട്ട് കണ്ടീഷൻസ്, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, ബെർത്ത് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകാമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ അതുകൊണ്ട് പ്രഗ്നൻസിയിലൊക്കെ ഫോളിക് ആസിഡ് ഒക്കെ കൊടുക്കുമല്ലോ, അങ്ങനത്തെ കോംപ്ലിക്കേഷന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. Adults with severe anemia are also at risk of developing heart failure. അത് സിവിയർ അനീമിയ ഉള്ളവർക്ക് ഹാർട്ട് ഫെയിലിയർ ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് സം കോംപ്ലിക്കേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനകരമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം എല്ലാവരും ഒന്നും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്നും ഈ വിറ്റമിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡെഫിഷ്യൻസിയെക്കുറിച്ചും സാധാരണക്കാരന് ഒത്തിരി ബോധവാന്മാരല്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെങ്കിലും ഇത് പ്രയോജനകരമാകട്ടെ എന്ന് വിദ്യയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർ, അവർക്കൊക്കെ ഇത് ഗുണകരമാകട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.